പ്രിയപ്പെട്ടവരെ, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതുകൊണ്ട് ഒരാളൊരു നല്ല നേതാവാകണമെന്നില്ല. ഒരു നല്ല നേതാവാകുവാൻ ആവശ്യമായ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് നാം വേറെ എവിടെയും പോകേണ്ടതില്ല. നമ്മുടെ ശരീരത്തിൽ തന്നെ ഓരോ അവയവങ്ങളും നേതൃപാടവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിൻ്റെ ഓരോരോ കാര്യങ്ങളെ വളരെ പ്രതീകാത്മകമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു നേതാവിന് ആദ്യമായി ഉണ്ടായിരിക്കേണ്ടത് വലിയൊരു കണ്ണാണ്. താൻ നിലകൊള്ളുന്ന സംഘടനയുടെ, താൻ നിലകൊള്ളുന്ന സ്ഥാപനത്തിൻ്റെ ആശയപരമായ അടിത്തറ എന്താണ്, പ്രത്യയശാസ്ത്രം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ബോധവും അവബോധവും ഉൾക്കാഴ്ചയും ദീർഘദർശനവും ഉണ്ടായിരിക്കണം എന്നതാണ്. അതിനാണ് വലിയ കണ്ണുകൾ ആവശ്യം. ആ പ്രസ്ഥാനത്തിൻ്റെ, ആ സ്ഥാപനത്തിൻ്റെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, അതിൻ്റെ പോളിസിയും പ്രോഗ്രാംസും എന്തെല്ലാമാണ്, അതിൻ്റെ സ്ട്രാറ്റജിക് പ്ലാനും അതുപോലെ തന്നെ സ്മാർട്ട് ആക്ഷൻ പ്ലാനും എന്തെല്ലാമാണ്, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും കൃത്യമായ ധാരണയും ഒരു ശരിയായ നേതാവിന് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു നേതാവിന് ഉണ്ടാവേണ്ടുന്ന രണ്ടാമത്തെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് വലിയൊരു നാവ് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തിനാണ് വലിയൊരു നാവ്? താൻ മനസ്സിലാക്കിയ ആദർശത്തെ, താൻ മനസ്സിലാക്കിയ ലക്ഷ്യവും മാർഗവും വിഷനും മിഷനും പ്രോഗ്രാംസും തൻ്റെ സബോർഡിനേറ്റ്സിനോട്, തൻ്റെ സഹപ്രവർത്തകരോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള, വാചാലമായി സംസാരിക്കാൻ ശേഷിയുള്ള ഒരു നല്ല നാവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആശയങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്, അതിനെ മറ്റുള്ളവരിലേക്ക് കാസ്കേഡ് ചെയ്യുന്നതിന്, ആവശ്യമായിട്ടുള്ള ഓറിയൻറ്റേഷൻസ് നൽകുന്നതിന്, അവയർനെസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന്, അതുപോലെ തന്നെ ക്യാമ്പയിൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിനൊക്കെ ആവശ്യമായ ഒരു ലിറ്ററേച്ചർ, അതിന് അടിയന്തരമായി ഉണ്ടാവേണ്ടുന്ന ഒരു വൊക്കാബുലറി ഒരു നേതാവ് സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് ഒരു നേതാവിനുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു വലിയ ചെവി ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തിനാണ് ഒരു വലിയ ചെവി? തൻ്റെ സഹപ്രവർത്തകരുടെ പരിഭവങ്ങളും പരിദേവനങ്ങളും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ ആവശ്യങ്ങളും കേൾക്കുന്നതിന് വളരെ അവധാനതയോടുകൂടി, വളരെ ക്ഷമയോടുകൂടി, വളരെ അനുഭാവപൂർവ്വം അതെല്ലാം കേൾക്കുന്നതിന്, അത് ഉൾക്കൊള്ളുന്നതിന്, അതിനനുസരിച്ച് പോളിസികളിലും പ്രോഗ്രാംസിലുമൊക്കെ ആവശ്യമായിട്ടുള്ള അഡാപ്റ്റേഷൻ വരുത്തുന്നതിനും പുനഃക്രമീകരണങ്ങൾ വരുത്തുന്നതിനുമൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള സഹപ്രവർത്തകരോട് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരു വലിയ ചെവി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നാലാമതായി ഒരു നേതാവിനുണ്ടായിരിക്കേണ്ടുന്ന അനിവാര്യമായ ഒരു കാര്യമാണ് ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാവുക എന്നുള്ളത്. വളരെ വിശാലമായ മാനസിക ചക്രവാളമുള്ള ബ്രോഡ് ആൻഡ് വൈഡ് മെൻ്റൽ ഹൊറൈസൺ ഉണ്ടാവുക, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൻ്റെ ഉടമയാവുക, ഒരു വളർച്ചാ മനോഭാവത്തിൻ്റെ, താനും വളരണം, തൻ്റെ സഹപ്രവർത്തകരും വളരണം, താൻ നിലകൊള്ളുന്ന സമൂഹത്തിലെ ഓരോ വ്യക്തിയും വളരണം. അങ്ങനെ ഒരു വിൻ വിൻ സിറ്റുവേഷനെ കുറിച്ച് എപ്പോഴും ആലോചിക്കുന്ന, അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയുള്ള, വളർച്ചയെക്കുറിച്ചും പ്രോസ്പെരിറ്റിയെക്കുറിച്ചുമൊക്കെ എപ്പോഴും ചിന്തിക്കുകയും അതിന് തക്കതായിട്ടുള്ള പ്രോഗ്രാംസുകൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായിരിക്കേണ്ടതുണ്ട് ഒരു നല്ല നേതാവ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഒരു നേതാവിന് വലിയൊരു ഹൃദയം ഉണ്ടാവണമെന്നുള്ളതാണ്. കരുണയുടെ, സഹാനുഭൂതിയുടെ, അനുതാപത്തിൻ്റെ, ഫെലോ പ്രവർത്തകരുമായി, സഹപ്രവർത്തകരുമായി വളരെ സ്നേഹത്തോടെയും വളരെ ലാളനയോടുകൂടി ഉള്ള ബോണ്ടിങ് സ്ഥാപിച്ചുകൊണ്ട്, തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ ഹൃദയത്തിൻ്റെ ഉടമയാവണം. മാത്രമല്ല, ആ ഹൃദയം
തൻ്റെ സ്ഥാപനം ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ പ്രയാണം ചെയ്യുന്നത് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി എപ്പോഴും തുള്ളിത്തുളുമ്പുന്ന, തുള്ളിത്തുടിക്കുന്ന, വളരെ ചടുലമായി എപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുന്ന, വളരെ ഹൃദയാവർജകമായി പെരുമാറുന്ന തരത്തിലുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ടൊരു നേതാവ് മാറേണ്ടത്. അതുപോലെ തന്നെ ഒരു നേതാവിന് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വലിയ 2 കൈകൾ ഉണ്ടാവുക എന്നുള്ളത്. എന്തിനാണ് വലിയ കൈകൾ? ഈ സംഘടനയുടെ, ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരെ, അണികളെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് ആനയിക്കുവാൻ കഴിയുന്ന 2 ശക്തമായ കരങ്ങളുണ്ടാവണം. അവർക്ക് മാർഗദർശനം നൽകുന്നതിന്, അവർക്ക് വഴികാട്ടിയാവുന്നതിന്, അവരെ ചലിപ്പിക്കുന്നതിന്, അവരെ മൊബിലൈസ് ചെയ്യുന്നതിന് സഹായിക്കുന്ന തരത്തിലുള്ള ബലിഷ്ഠമായ കരങ്ങൾ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നേതാവിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ബലിഷ്ഠമായിട്ടുള്ള, വളരെ കരുത്തുള്ള ഒരു നട്ടലുണ്ടാവുക എന്നുള്ളതാണ്. ആദർശങ്ങളിൽ, എത്തിക്സിൽ, വാല്യൂസിൽ ഉറച്ചു നിൽക്കുന്ന, പ്രതികൂലമായ സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന, വളരെ അഡ്വേഴ്സറി ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ അതിനെ ചലഞ്ചോടുകൂടി നേരിടാൻ കഴിയുന്ന ഒരു സ്പൈൻ, അതിനകത്ത് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു സ്പൈനൽ കോഡും കൂടിയിട്ടുള്ള ഒരു നട്ടലുള്ള നേതാവായിട്ട് മാറേണ്ടതുണ്ട്. വളരെ നീതിഷ്ഠമായ തീരുമാനമെടുക്കുന്ന, വിവേചനരഹിതമായി മത, ഭാഷ, ജാതി, വർണ്ണ വിവേചനങ്ങൾക്കപ്പുറം മനുഷ്യരെ മനുഷ്യരായി കാണുകയും അവരോടെല്ലാം വളരെ തുല്യനീതിയോടുകൂടി സമീപിക്കുകയും നിലപാടുകളെടുക്കുകയും ചെയ്യുന്ന ഒരു ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു നട്ടലിൻ്റെ ഉടമയായിരിക്കണം ഒരു ശരിയായ നേതാവ് എന്ന് പറയുന്നത്. അവസാനമായി പറയാനുള്ളത്, ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വളരെ വിശാലമായ പാദങ്ങളുണ്ടാവുക എന്നുള്ളത്. മണ്ണിൽ ഉറച്ചു നിൽക്കാൻ, ആദർശങ്ങളിലും പ്രത്യയശാസ്ത്രത്തിലും പോളിസിയിലും പ്രോഗ്രാമിലും അടിയുറച്ചു നിൽക്കുവാൻ, ചാഞ്ചാടാതെ വളരെ സ്ഥിരചിത്തതയോടുകൂടി, വളരെ സ്ഥൈര്യത്തോടുകൂടി ഉറച്ചു നിൽക്കുന്ന വിശാലമായ പാദങ്ങൾ ഉള്ള നേതാവായിരിക്കണം യഥാർത്ഥ നേതാവ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അണികളെ നയിക്കുവാൻ, മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള നേതാക്കന്മാരായി നാം ഓരോരുത്തരും മാറുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സെഷനിൽ ഇവിടെ വാങ്ങുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.